അങ്ങനെ ഈ വർഷം 2026 ഞങ്ങൾ കലക്കാൻ പോവാ. ഞങ്ങളുടെ പുതിയ ഷോർട്ട് ഫിലിം ലോഞ്ച് ചെയ്യാൻ പോവാണ്. സ്ക്രിപ്റ്റ് ഇതാ കയ്യിലുണ്ട്. പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 2 പേജായിട്ട്. സംവിധായകൻ പോരാ, ക്യാമറാമാൻ, അഭിനേതാക്കളായിരിക്കും. ഒന്ന് ഈ ക്യാമറ ചലിപ്പിക്കുന്ന ഞാന്. ഞങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങളുടെ ചെനക്കത്തൂർക്കാവിൽ വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് കാര്യങ്ങളൊക്കെ. 2026 ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ പുതുവർഷം, പുതു സംരംഭങ്ങൾ, അങ്ങനെ ഞങ്ങൾ പുതിയൊരു പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നാച്ചുറൽ ആക്ടേഴ്സ് നമ്മൾ പെട്ടെന്ന് പരിപാടി ഈ കുളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെയാണ്. എല്ലാം കറക്റ്റ് അല്ലേ? ലൈറ്റ് ഒക്കെ ആദ്യത്തെ ഷോട്ട് കല്ലെറിയുന്നു പുഴയ്ക്ക്. അല്ല, ഫസ്റ്റ് അതിന്റെ മാത്രം ആരംഭം. എന്താ പേരെന്താ പറയേ? എന്നാലും എന്തേലും പേരുണ്ടേ? അച്ഛനടുത്ത ഇരുട്ടാവൂട്ടാ. ഇവിടെ ലൈറ്റ് കൂടുതലാവട്ടോ ഞാൻ പറയുകയാണെങ്കിൽ, അല്ലേ? കുറച്ച് ലൈറ്റ് കൂടുതലല്ലേ? ലൈറ്റ് കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് കുഴപ്പമില്ല. അതന്നെ ഇരുന്നിട്ട് ഡയലോഗ് പറ, അപ്പൊ കറക്റ്റ് ആവും. അന്നാ കോര അവിടെ ഇരുന്നോ? നീക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ വെറുതെ നോക്കുന്നത് പോലും അപ്പോഴും കിട്ടില്ല. എന്നൊക്കെ പെട്ടെന്ന് തിരിഞ്ഞ് പറയാ. മറ്റേത് ഇരുന്നിട്ട് നീറ്റ് പറയുമ്പോഴേക്കും അത് ഒരുമിച്ചല്ലേ എല്ലാം പാടെ. ഒറ്റ ഷോട്ടാണ്, ഒറ്റ ഇതിലെടുക്കുന്നത്. കലക്കും. എന്തായിരുന്നു എന്റെ ഐഡിയ കേട്ടിട്ട് ബിസിനസ് തുടങ്ങിയ വെല്ലിച്ചപ്പോ എവിടെ ഉള്ളത്? എന്റെ ഐഡിയ കേട്ടിട്ട് ബിസിനസ് തുടങ്ങിയ വെല്ലിച്ചപ്പോ എവിടെ ഉള്ളത്? കണ്ണൂര് സെൻട്രൽ ജയിലിലാന്നൊക്കെ. അതപ്പോ ഞാൻ പറയാം, നമുക്ക് പോത്ത് ഫാം തുടങ്ങാം. അത് അതിന്റെ ഡയലോഗ്. ഓ അത് വേണോ? അതാണ് അപ്പൊ കയ്യ തന്നെ വേണോ? ഞാൻ പറഞ്ഞല്ലോ അത് വേണോ? ആ പറയാം. റെഡി 1 2 3 തുടങ്ങട്ടെ. റെഡി 1. അല്ല, ഇതിന്റെ മുഖം നോക്കുന്നു വേണ്ട, കാരണം ഡയലോഗ് പറയുമ്പോ മാത്രം ഇന്റെ നോക്കിയാൽ മതി. റെഡി, പറഞ്ഞോ? എന്റെ ഐഡിയ ആയിട്ട് ബിസിനസ് തുടങ്ങി എന്റെ വെല്ലിച്ചപ്പോ എവിടെ ഉള്ളത്? കണ്ണൂര് സെൻട്രൽ ജയിലിലാന്നാ തോന്നണേ. ആ ഐഡിയ വേണ്ട, അത് കുഴപ്പമില്ല. അങ്ങനെ ലൈറ്റിങ്ങിന്റെ പ്രശ്നം കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഒരുവിധം ചാവി കൊടുക്കണു. ഇതിന്റെ മുന്നത്തെ ഷോട്ടാണ് അത്. എല്ലാ ഷോട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സീറോ ബഡ്ജറ്റ് ആണ്. ഞങ്ങള് പ്രൊഡ്യൂസർ ഇല്ലാത്ത, ശങ്കർദാസ് ഇല്ലാത്ത പടം. സീറോ ബഡ്ജറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഫസ്റ്റ് 30 സെക്കൻഡ് റീൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിന്റെ ഔട്ട് ഉടനെ വരുന്നതായിരിക്കും. എവിടെയെങ്കിലൊക്കെ വരും. ഏറ്റു പോയോണ്ട് ഞങ്ങൾ പരിപാടി നിർത്തി. ഞങ്ങൾ ഒന്നുകൂടെ അഭിനയിച്ച തകർത്തേനെ. ഇനിയിപ്പോ ആരൊക്കെ വീഴും നോക്കി നോക്കട്ടെ. ഓ, ഞാൻ കാൽമുണ്ട് എടുത്തിട്ട് വരാം. ശരിക്കും ചായക്കടയിൽ പോയാലോ? ഇതാണ് ഞങ്ങളുടെ സ്ക്രിപ്റ്റ്. 2 പേജ് സ്ക്രിപ്റ്റ്, 50 സെക്കൻഡ് വീഡിയോ. ഇത് എന്താ ഈ സ്ക്രിപ്റ്റ് ജിത്തു ജോസഫിന് വരെ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ എഴുതി, വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല. എന്താണ് അജയ് ബ്രോ പറയാനുള്ളത് 2026 ആയിട്ട്? പ്രൊഡ്യൂസർ ശങ്കർദാസ്. ശരിക്കുള്ള പ്രൊഡ്യൂസർ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന സഹ പ്രൊഡ്യൂസർ. 2 പ്രൊഡ്യൂസർമാര് മുണ്ടെടുത്ത് വരാറുന്നു. ഇനി സീരിയസ് കാണുന്നുണ്ട്. ഞങ്ങളെ ഫസ്റ്റത്തെ ഷോർട്ട് ഫിലിം ഹിറ്റ് ആവും. അപ്പൊ രണ്ടാമത്തെ ഭാഗം ഇറക്കുമ്പോ നമ്മള് സെറ്റ് ചെയ്യും. ഞങ്ങള് മറ്റേ അഭിനേതാക്കളുടെ തേടുന്നുണ്ട്. അജയ് ബ്രോ റോള് വേണം. 10,000 അന്റെ പേരല്ല പരിപാടി. പേജ് തുടങ്ങണെങ്കിൽ എന്ത് പേരുടെ പേജ്? എന്റെ പേരിലല്ല, ആരുടെ പേരുണ്ട്? അങ്ങനെയല്ല, ഇപ്പൊ ഒരു പുറത്തൊരു പരിപാടിയുടെ പേജ് ചാനൽ തുടങ്ങാണ്. അപ്പൊ അതില് പേര് എന്ത് പേര്? ടെൻഷനല്ലോ. നമ്മള് കണ്ടെത്തി നല്ല പേര്. ലവ് ലോലിക്ക.
നല്ല ഇരുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റാ. ലവ് ലോലിക്ക. ലവ് ലോലി സെറ്റ് പറഞ്ഞോ. അങ്ങനെ നമ്മള് ഇൻസ്റ്റാഗ്രാം പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ DP ലവ് ലോലിക്ക. ലവ് ലോലിക്ക. അപ്പൊ 2026 31 ഡിസംബറിന് ഈ ചാനല് 1M ഫോളോവേഴ്സ് ആവുന്നാണ് നിഷാദ് പറയുന്നത്. നമ്മുടെ പരിപാടിയുടെ സക്സസ് സെലിബ്രേഷൻ. ലെമൺ ടീ സക്സസ് സ്റ്റോറി. ലെമൺ ടീ അല്ല, കട്ടൻ ചായ. എല്ലാരും ജ്യൂസ് കുടിക്കുമ്പോ വെറൈറ്റി ആയിട്ട് അവിടെ പൈനാപ്പിൾ അടിക്കാൻ പോകും. റിച്ച് മാൻ, റിച്ച് ലൈഫ്, കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. റേറ്റിംഗ് ഒക്കെ പോയാലോ. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.